എല്ലാവർക്കും ശ്രീരാഗ്രാമോ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ കാറിൻ്റെ എഞ്ചിൻ്റെ കൂളൻ്റ് മാറ്റുന്നതാണ്. ഇത് നമ്മൾ വീട്ടിൽ വെച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കാർ ഒരു ഹൈഡ്രോളിക് ജാക്കിയും പിന്നെ അല്ലാത്ത കാറിൽ തന്നെ വരുന്ന ഒരു ജാക്കിയും വെച്ച് കാറിൻ്റെ ഹൈറ്റ് കൂട്ടി നിർത്തുക എന്നുള്ള പരിപാടിയാണ്. അതിനുശേഷം നമ്മൾ ജാക്കി ഫിക്സ് ചെയ്ത് എല്ലാം സെക്യൂർ ആണെന്ന് ഉറപ്പ് വരുത്തുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ കാറൊന്ന് കുലുക്കി നോക്കുകയാണ്. അപ്പോൾ കാർ സ്റ്റേബിൾ ആണെങ്കിൽ മാത്രം നമ്മൾ കാറിൻ്റെ ഇടയിലോട്ട് കയറുകയാണ്. നെക്സ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യുന്നത് കൂളൻറ്റിൻ്റെ മുകളിലത്തെ ക്യാപ്പാണ്. ഇതുവഴിയാണ് കൂളൻറ്റ് ഫില്ല് ചെയ്യുന്നത്. എൻജിൻ റണ്ണിങ് കണ്ടീഷൻസ് അല്ലെങ്കിൽ എൻജിൻ ഹോട്ടായിരിക്കുന്ന സമയത്ത് ഇത് ഓപ്പൺ ചെയ്യാൻ പാടില്ല. വണ്ടി നല്ല കൂളായിട്ടിരിക്കുന്ന സമയത്ത് വേണം ഇതെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ നെക്സ്റ്റ് കൂളൻറ്റ് ബ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂളൻറ്റ് ക്യാപ്പ് അഥവാ പെറ്റ് കോക്ക് എന്ന് പറയുന്ന ക്യാപ്പാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഇത് യൂഷ്വലി ബോൾട്ട് അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് കൈകൊണ്ട് തന്നെ റിമൂവ് ചെയ്യാൻ പറ്റുന്ന മെക്കാനിസമാണ് വരുന്നത്. ഇത് നമ്മൾ ഫുള്ള് ആയിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല, കാരണം നമുക്കിത് ഈ പഴയ കൂളൻറ്റ് ഒരു ബോട്ടിൽ കളക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇത് എൻവയോൺമെൻറ്റിലെ ഹാംഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഓൾസോ നമ്മുടെ വീട്ടിൽ പട്ടി പൂച്ച അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അതൊന്നും ഇത് നക്കാതിരിക്കാൻ വേണ്ടി കെയർഫുള്ളായിട്ട് നമ്മളിത് ഒരിടത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം. ഫുള്ള് വന്നതിന് ശേഷം നമ്മൾ ഈ പെറ്റ് കോക്ക് തിരിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ റിസർവോയർ ടാങ്ക് റിമൂവ് ചെയ്യാണ്. ഇതെന്തിന് റിമൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്താണ് അഡീഷണൽ കൂളൻ്റ് കിടക്കുക. ഇത് നമ്മൾ റിമൂവ് ചെയ്യുന്നതെന്ന് വെച്ചുമ്പോൾ നമ്മുടെ സ്വിഫ്റ്റ് കാറിൽ വരുന്ന ഒറ്റ ബോൾട്ടാണ്. അപ്പോൾ അത് മാത്രമേ റിമൂവ് ചെയ്തിട്ട് ലോക്ക് മെക്കാനിസമാണ്. ജസ്റ്റ് നമ്മൾ മുകളിലോട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് റിമൂവ് ആയിട്ട് വരും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇതിനകത്തുള്ള കൂളൻ്റ് റിമൂവ് ചെയ്ത് സേഫായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. ഇത് വാഷ് ചെയ്യണമെങ്കിൽ വാഷ് ചെയ്തിട്ട് നമുക്കിത് തിരിച്ച് ഇതേ പൊസിഷനിൽ തന്നെ ഫിക്സ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ റിസർവോയറിൻ്റെ ക്യാപ്പ് തിരിച്ചൊന്ന് പഴയ കൂളൻ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് തുടച്ചിട്ട് തിരിച്ച് അതേ പൊസിഷനിൽ തന്നെ ടൈറ്റ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ കൂളൻ്റ് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന കൂളൻ്റ് എന്ന് പറയുമ്പോൾ കമ്പനിയിൽ നിന്ന് തന്നെ കിട്ടിയ കൂളൻ്റാണ്. EC-സ്റ്റാറിൻ്റെ കൂളൻ്റാണ്. ഇതാണ് സുസുക്കി പ്രൊവൈഡ് ചെയ്യുന്ന കൂളൻ്റ്. അല്ല നിങ്ങൾ വേറെ കൂളൻ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂളൻ്റിൻ്റെ ഗ്രേഡ് ദയവ് ചെയ്ത് യൂസർ മാനുവലിൽ ചെക്ക് ചെയ്തിട്ട് മേടിക്കുക. നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ 30-70% മിക്സിങ് കൂളൻ്റാണ്. അപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് 4.1 ലിറ്റേഴ്സ് കൂളൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഒരു 3 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അഥവാ ബാറ്ററിയിൽ ഒഴിക്കുന്ന വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. അതും കൂളൻ്റുമായിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. കൂളൻ്റ് ടു ഡിസ്റ്റിൽഡ് വാട്ടർ മാക്സിമം ഒരു 50-50 റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യുക. അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് കാറിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്ത് 30-70 ആണ്. മാക്സിമം ഒരു 50-50 റേഷ്യോ എങ്കിലും യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് നമ്മൾ കൂളൻ്റ് ഫില്ല് ചെയ്യണം. അപ്പോൾ ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് എയർ ട്രാപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ എയർ ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എൻജിൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഓവർ ഹീറ്റ് ആവാൻ സമയത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിനകത്തുള്ള എയർ പുറത്തോട്ട് വരും. പിന്നെ അല്ലെങ്കിൽ ഈ കൂളൻ്റ് പോകുന്ന റബ്ബർ പൈപ്പ് ജസ്റ്റ് കംപ്രസ് ചെയ്ത് കൊടുത്താലും മതി, ഈ എയർ പുറത്തോട്ട് വരും. അങ്ങനെ ഫുള്ള് നമ്മൾ മിക്സ് ചെയ്ത 4.1 ലിറ്ററിൽ 3.5 ലിറ്റർ എഞ്ചിനകത്തോട്ടും ബാക്കി വരുന്ന 500 ml നമ്മുടെ റിസർവോയർ ടാങ്കിലോട്ടാണ് പോകുന്നത്. റിസർവോയർ ടാങ്ക് അതിൻ്റെ മാക്സിമം ലെവൽ വരെ ഫില്ല് ചെയ്യുക, അതിൽ കൂടുതൽ ഫില്ല് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് നമ്മൾ ഇത് രണ്ടിൻ്റെ ക്യാപ്പ് തിരിച്ച് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. റിസർവോയർ ടാങ്കിൻ്റെ ക്യാപ്പ് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മെയിൻ കൂളൻ്റ് നിറയ്ക്കുന്ന ആ ക്യാപ്പ് ഫിക്സ് ചെയ്യണം. ആ ക്യാപ്പ് പ്രഷറൈസ് ആയിട്ടുള്ള ക്യാപ്പാണ്. അപ്പോൾ അത് ഫിക്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ഫിക്സ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്തിരുന്ന ജാക്ക് രണ്ടും മാറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 ജാക്കി മാറ്റിയതിന് ശേഷം കാറ് ലെവലായിട്ടുള്ള പൊസിഷനിൽ വെച്ചിട്ട് കാറ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. എവരി 2 ഇയേഴ്സാണ് കൂളൻ്റ് മാറ്റണമെന്ന് കമ്പനി അഡ്വൈസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് ആകുമ്പോൾ കൂളൻ്റ് മാറ്റുക. കൂളൻ്റ് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ AC-യുടെ കൂളിങ്ങിനെ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും. നമ്മുടെ AC-യുടെ കൂളിംഗ് എല്ലാം കൂടും. ഓൾസോ എഞ്ചിൻ പെർഫോമൻസിനെ അത് നല്ലപോലെ എൻഹാൻസ് ചെയ്യും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. See you again.